ആത്മാവിൻ്റെ ഏഴാമത്തെ ഫലമായ വിശ്വസ്തത. വേർതിരിക്കപ്പെട്ട ജീവിതത്തിലേക്ക് പ്രവേശിച്ച കൊരിന്ത്യരെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനെന്ന് 1 കൊരിന്ത്യർ 1:9 രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവിൻ്റെ നാളിൽ കൊരിന്ത്യർ കുറ്റമറ്റവരായി കാണപ്പെടുന്നതിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. എന്നാൽ 2 കൊരിന്ത്യർ 1:18 വരുമ്പോൾ വിശ്വസ്തനായ ദൈവം സാക്ഷിയാക്കിക്കൊണ്ട് കൊരിന്ത്യരോടുള്ള പൗലോസ്ലീഹായുടെയും കൂട്ടരുടെയും വചനം ഒരിക്കൽ ഉവ്വെയെന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല എന്ന് ഖണ്ഡിതമായി പറയുന്നു. അതായത് പൗലോസും അതെ എന്ന് പറഞ്ഞാൽ അതെ എന്ന് തന്നെയാണ്. അതായത് വിശ്വസ്തനാണെന്നർത്ഥം. വിശ്വസ്തനും സത്യവാനുമായ ക്രിസ്തുവിനെയാണ് പൗലോസും പ്രസംഗിക്കുന്നത്. ആ ക്രിസ്തുവിനോടൊന്നിച്ചാണ് പൗലോസിൻ്റെ ശുശ്രൂഷ. നാം ഓർക്കണം, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ അതെ അഥവാ പൂർത്തീകരണമായിരുന്നു ക്രിസ്തു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെല്ലാം ക്രിസ്തുവിൽ നിറവേറി. ആ ക്രിസ്തുവിലൂടെയാണ് നാം ആരാധനാ സമയത്ത് ആമീൻ എന്ന് പറയുന്നത്. ആമീൻ എന്നത് സുന്നഗോഗ് ആരാധനയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ആരാധനയിൽ അർപ്പിക്കുന്ന സ്തോത്രങ്ങൾക്കും സ്തുതികൾക്കും ഉത്തരമായി ജനം പറയുന്ന പദമാണ് ആമീൻ. അതിൻ്റെ അർത്ഥം അപ്രകാരം തന്നെ എന്നാണ്. അതെ, വിശ്വാസികളുടെ ആമീൻ പ്രഖ്യാപനത്തിന് ആഴമായ അർത്ഥമുണ്ട്. ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിലാണ് നാം ആമീൻ എന്ന് പറയുന്നത്. ഈ പദം യേശുക്രിസ്തുവിന് നൽകിയിട്ടുള്ള ഒരു നാമമാണ്. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായ ആമീൻ എന്നുള്ളവൻ. വെളിപ്പാട് 3:14, യെശയ്യാവ് 65:16. ഇവിടെ യേശുവിൻ്റെ മാറ്റമില്ലായ്മയും വിശ്വസ്തതയുമാണ് സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ഓരോ പ്രാവശ്യവും ആമീൻ പറയുമ്പോൾ ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിലാണെന്ന ബോധ്യം നമ്മെ ഭരിക്കട്ടെ. പരിശുദ്ധനായ പൗലോസ്ലീഹ അതെ എന്ന് പറഞ്ഞാൽ അതെ എന്ന് തന്നെയായിരുന്ന് വിശ്വസ്തനായിരുന്നതുപോലെ നാമും ക്രിസ്തുവിൽ വിശ്വസ്തരായിരിക്കുക. പാട്ടുകാരൻ പാടിയതുപോലെ, മാറ്റമില്ല വിശ്വസ്തനേ. അതെ, മാറ്റമില്ലാത്ത വിശ്വസ്തനായ കർത്താവിൻ്റേതാകാം നാം ഓരോരുത്തരും. ദൈവനാമം നമ്മിൽ കൂടി മഹത്വപ്പെടട്ടെ. ആമേൻ.